നമസ്കാരം, വെൽക്കം ബാക്ക് ടു അമൃത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെ നാട്ടിൽ ഇതിന് പഴമാങ്ങ കളന്നും കൂടി പറയുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഇതാ ഒരു അരമുറി വെള്ളരിക്ക ചെറിയ പീസസ് ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു വെള്ളരിക്കയും മാങ്ങയൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ കുറച്ച് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ തൊലി കളഞ്ഞ് എടുത്തിട്ടുള്ള നല്ല പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. പഴമാങ്ങാക്കളൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം അല്ലേ. മധുരവും പുളിയും എല്ലാം ആയിട്ട് നല്ലൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതുകൊണ്ടാണ് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലാതെ നമുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു തൈര് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയ തൈരാണ്. ഇനി നമുക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു. ഇനി നമുക്കിതാ 1 ടീസ്പൂണോളം കടുകും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ മാങ്ങയും വെള്ളരിക്കയും എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിൽ അടുപ്പിച്ചാൽ മതിയോ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു തൈരില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് എത്രത്തോളം മധുരം വേണോ അത്രത്തോളം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കരേൻ്റെ അച്ച് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചിലർ പഞ്ചസാര എടുക്കുന്ന കണ്ടിട്ടുണ്ട്. ശർക്കര ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ശർക്കര ജസ്റ്റ് ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു മാങ്ങയും വെള്ളരിക്കയിലേക്കും ഇട്ട് കൊടുക്കാം. എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അത്രത്തോളം എടുക്കാം കേട്ടോ. നമ്മുടെ മാങ്ങയുടെ മധുരം എല്ലാം കൂടി നോക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഈ ഒരു ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്ന വരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പില്ലേ, ജീരകവും അതുപോലെ തന്നെ കടുകും തേങ്ങ എല്ലാം കൂടി അരച്ച ആ ഒരു അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു കടുകൊക്കെ ഒരു ചതഞ്ഞ് കിട്ടിയാൽ മതി. ആ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അരച്ചെടുത്തത് കേട്ടോ. അപ്പം ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നമ്മുടെ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഉപ്പും കാര്യങ്ങളൊക്കെ പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റത്തെ ഒരു പണിയും കൂടി ബാക്കിയുള്ളൂ, കടുക് പൊട്ടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പിൽ വെക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതാ കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ ഉണക്കമുളക് കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ താളിപ്പ് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അല്ലേ. പിന്നെ കുക്കറിലും കൂടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാനായിട്ട് പെട്ടെന്ന് സാധിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.